നവരാത്രിയുടെ 2ാം നാൾ ബ്രഹ്മചാരിണി ദേവിയുടെ ഭാവത്തിലാണ് ഇന്ന് ദേവിയെ ആരാധിക്കുന്നത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിഭാവങ്ങളിൽ ഒന്നാണ് ബ്രഹ്മചാരിണി ഭാവം. ഈ ഒരു ഭാവത്തിലാണ് ഇന്ന് അമ്പലങ്ങളിൽ ആരാധന നടക്കുന്നത്. അതായത് മഹാദേവനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അതീവ കഠിന തപസ്സാണ് പാർവതീ ദേവി അനുഷ്ഠിച്ചിട്ടുള്ളത്, അല്ലെ? അങ്ങനെയുള്ള പാർവതീ ദേവിയുടെ അവിവാഹിതയായിട്ടുള്ള ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി. ബ്രഹ്മചാരിണി ദേവിയുടെ രൂപം വർണ്ണിക്കുകയാണെങ്കിൽ വലത് കൈയിൽ ജപമാലയും ഇടത് കൈയിൽ കമണ്ഡലവും, വെളുത്ത വസ്ത്രധാരിയാണ് അമ്മ. നഗ്നപാദമായിട്ടാണ് അമ്മയെ കാണപ്പെടുന്നത്. അമ്മ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള അമ്മയുടെ തപസ്സിനെ പറ്റി പറയുവാണെങ്കിൽ 5000 വർഷങ്ങളോളം അമ്മ കഠിന തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച്, അതുകൂടാതെ ആദ്യത്തെ 1000 വർഷം ഫലങ്ങൾ മാത്രം ഭക്ഷിച്ച് തപസ് അനുഷ്ഠിക്കുകയും പിന്നീട് അതുപേക്ഷിച്ച് കൂവളത്തില മാത്രമായി ഭക്ഷണം, അതിനുശേഷം തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഇലയും ഭക്ഷിക്കാതെ വന്നു, അതും ഉപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഇല വരെ ഭക്ഷിക്കുന്നത് ഉപേക്ഷിച്ചതിനാൽ അമ്മ അപർണ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു. പിന്നീട് ഭക്ഷണം ഒന്നുമില്ലാതെയായി അമ്മയുടെ കഠിന തപസ്. ഈ ഒരു അവസ്ഥയിൽ അമ്മയുടെ ശരീരം എല്ലും തോലുമായിട്ട് മാറി. ഈ ഒരു അവസരത്തില് ദേവിയുടെ അമ്മ ദേവിയെ കാണാനിടയായി. അങ്ങനെ ആ ഒരു അമ്മ വളരെ വിഷമത്തില് പാർവതീ ദേവിയെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മ. അതിനർത്ഥം ഓ മതി എന്നായിരുന്നു. അതിനുശേഷമാണ് അമ്മയ്ക്ക് ഉമ എന്ന നാമധേയം ലഭ്യമായത്. അങ്ങനെ അമ്മയ്ക്ക് ഉമ എന്നും തപചാരിണി എന്നും അപർണ എന്നും ഉള്ള നാമധേയങ്ങൾ ലഭ്യമായി. ഇങ്ങനെയുള്ള ബ്രഹ്മചാരിണിയായിട്ടുള്ള അമ്മയുടെ ഒരു കഥയാണ്. തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി എല്ലാ സുഖസൗകര്യങ്ങളും, അതായത് കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് മലനിരകളിലേക്ക് വന്ന അമ്മ തപസ് ആരംഭിച്ചു. കഠിന തപസ്സായിരുന്നു. ഏകദേശം തപസ് കഴിയാറാവുന്ന സമയത്ത് ഒരു അസുരൻ, പ്രഖണ്ഡാസുരൻ, അവിടെ അമ്മയുടെ തപസ്സിനെ ലക്ഷ്യമിട്ട്, അതായത് തപസ് തടസ്സപ്പെടുത്തണം എന്ന മനോഭാവത്തോടെ ആയിരക്കണക്കിന് അസുരന്മാരുമായിട്ട് അവിടെ എത്തുകയും അമ്മയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ തന്റെ തപസ് ഇടയിൽ വെച്ച് നിന്നുപോകും, അല്ലെങ്കിൽ മുടങ്ങുമെന്ന ഒരു തോന്നലാൽ അമ്മയ്ക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ പാർവതീ ദേവിയെ കണ്ടപ്പോൾ സരസ്വതീ ദേവിയും ലക്ഷ്മി ദേവിയും അമ്മയെ സഹായിക്കാനായിട്ട് അവിടെ എത്തുകയും ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരെ വധിക്കുകയും ചെയ്തു. എന്നാൽ പ്രഖണ്ഡാസുരനെ അവർക്ക് തടയാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഒരു സമയത്ത് പാർവതീ ദേവി ദേവിയുടെ നേത്രങ്ങളെ തുറക്കുകയുണ്ടായി. ആ നേത്രങ്ങളിലൂടെ അമ്മയുടെ തപസ്സിന്റെ ശക്തിയാൽ അഗ്നി പുറത്തു വരികയും ആ അഗ്നിയിൽ പ്രഖണ്ഡാസുരൻ ഭസ്മമായി മാറുകയും ചെയ്തു. ഈ ഒരു കാരണത്താലാണ് അമ്മയ്ക്ക് ബ്രഹ്മചാരിണി എന്നൊരു നാമധേയം ലഭിച്ചത്. അതായത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ തപസ്, ചാരിണി എന്ന് പറയുമ്പോൾ അനുഷ്ഠിക്കുന്നവൾ അല്ലെങ്കിൽ ചെയ്യുന്നവൾ. ബ്രഹ്മചാരിണി അതായത് അതീവ കഠിന തപസ് അനുഷ്ഠിക്കുന്നവൾ. നിശ്ചയദാർഢ്യത്തിന്റെയും മനോബലത്തിന്റെയും പ്രതീകമായിട്ടാണ് അമ്മയെ കണക്കാക്കുന്നത്. ശിവപുരാണത്തില് വേദവ്യാസൻ അമ്മയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ജിഗായ തപസ്സമുനി. അതായത് തന്റെ തപസ്സിന്റെ ശക്തിയാൽ ഋഷിമാരെയും മുനിമാരെയും മറ്റും ജയിച്ചവൾ എന്നാണ് ഇതിന് അർത്ഥം. അത്രയും തീവ്രമായ തപസ്സായിരുന്നു അമ്മയുടേത്. അങ്ങനെയുള്ള അമ്മ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ നാഥയായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് സാധ്യാഭ്യാസങ്ങളിലൂടെ അമ്മ മൂലചക്രത്തിൽ നിന്ന് സ്വാധിഷ്ഠാന പവിത്ര ചക്രത്തിലേക്ക് ഊർജത്തെ ഉയർത്തുകയും അതുവഴി ഭക്തർക്ക് സന്തോഷവും സമൃദ്ധിയും അറിവും ജ്ഞാനവും എല്ലാം നൽകുകയും ചെയ്യുന്നു. കൂടാതെ വിഷാദം, ഭയം എന്നീ വൈകാരികമായിട്ടുള്ള അസ്ഥിരതകള് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അമ്മയെ ആരാധിക്കുന്നത് വഴി ഭക്തർക്ക് സുഖവും സമൃദ്ധിയും എല്ലാം പ്രാപ്തമാകുന്നു എന്ന് പറയുന്നത്. അമ്മയുടെ ധ്യാന ശ്ലോകം ഇങ്ങനെയാണ്: ദദാനാം കരമധ്യാഭ്യാം അക്ഷമാലാം കമണ്ഡലം ദേവി പ്രസീദതു മയേ ബ്രഹ്മചാരിണ്യനുത്തമാ.